അതിനുശേഷമാണ് പിന്നെ അനുവും റെനയും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടാകുന്നത്. കിച്ചണിൽ ചൊറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് റെന അവിടെ ചെന്നേക്കുന്നത്. അനുവിന് അത് നല്ല ബോധ്യപ്പെടുകയും ചെയ്തു. അനുവും തിരിച്ച് റിയാക്ട് ചെയ്യാൻ നോക്കി. പലരും അതിനകത്ത് ഇടപെടുന്നുണ്ട്. കിച്ചണിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് മാറി നിൽക്കാൻ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും കിച്ചണിൻ്റെ അകത്തേക്ക് കയറണ്ട, പുറത്തുനിന്ന് സംസാരിക്കാൻ പാടില്ലേ എന്നുള്ള രീതിയിൽ ഒരു പക്ഷം പറയുന്നുണ്ട്. അങ്ങനെ റെന കണ്ടിന്യൂസ് ആയിട്ട് അനുവിനെ ഇറിറ്റേറ്റ് ചെയ്യിച്ചുകൊണ്ടേയിരുന്നു. അനു റെനയോട് പറഞ്ഞു, പെൺകുട്ടി ആയതുകൊണ്ട് റെനയ്ക്ക് പുറത്ത് വെറുപ്പ് സമ്പാദിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലതാവില്ല. അനു ഉദ്ദേശിച്ചത് ഇതാണ്, പ്രായത്തിന് മൂത്തവരെ റെസ്പെക്ട് ചെയ്യണം, അവർ പറയണത് കേൾക്കണം. ഒരുപക്ഷെ അനു ആ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നത്. റെസ്പെക്ട് അങ്ങനെ പിടിച്ചു വാങ്ങിക്കാൻ പറ്റില്ല എന്നൊക്കെ റെന അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, അനു ഉദ്ദേശിക്കുന്ന ഒരുപക്ഷെ മറ്റുള്ളവർ കാണുക, അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല കുട്ടി എന്ന പേര് നിലനിർത്തിക്കൊണ്ട് ജീവിച്ചു മരിക്കുക എന്നുള്ളൊരു സംഭവമൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് പറ്റിയെന്ന് വരില്ല. അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്, സ്വന്തമായിട്ട് അവരുടെ വഴി തിരഞ്ഞെടുത്ത് അവർ ജീവിക്കുകയാണ്. അതുമാത്രമല്ല, പ്രീ ഡിഫൈൻഡ് ആയിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതേ ജീവിത രീതി തന്നെ ഫോളോ ചെയ്ത് മുമ്പോട്ട് ജീവിച്ച് തീർക്കുക എന്നുള്ളതൊന്നും അല്ല ഇന്നത്തെ തലമുറയുടെ ഒരു രീതി. അതായത് അനുമോളൊക്കെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് കണ്ടുവച്ചിരിക്കുന്ന ആ ഒരു ജീവിത രീതിയുടെ പുറത്ത് നടന്നു കഴിഞ്ഞാൽ അതെല്ലാം ഒരു സദാചാര കണ്ണിലൂടെ കാണാൻ പറ്റുള്ളൂ. അനു ബോധപൂർവ്വം അതൊന്നും പറഞ്ഞില്ലെങ്കിലും അനുവിലൂടെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം സദാചാരം പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഹൈപ്പാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഇനി അനുവിന് സപ്പോർട്ട് കൂടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പാനിയായിട്ടുള്ള ഒരു ഇൻസിഡന്റിലും അനു ചെയ്തിരിക്കുന്നത് ഇതേ സെയിം കാര്യം തന്നെയാണ്. ഉള്ളിലുള്ളത് തന്നെ പുറത്തേക്ക് വന്നു പോകും. ഏതായാലും റെന അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് ചപ്പാത്തിക്കള്ളി എന്ന് അനുവിനെ വിളിക്കുന്നു. അനു കരച്ചിലേക്ക് പോകാൻ പോയിട്ട് വീണ്ടും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി. റെന ഈ ചെയ്യുന്നത് കണ്ടിട്ട് വീട്ടിലുള്ളവരുടെ സംസ്കാരം എന്താണെന്ന് മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട്. തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ അപ്പനമ്മ പരിപാടിയൊക്കെ പറയും. ഈ ഒരു വഴക്കിന് ശേഷം ജിസേലിന്റെ അടുത്ത് പോയിട്ട് റെന സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു സംഭവത്തിന് ശേഷം റെനയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുവിന് എന്തായാലും പുറത്ത് പോസിറ്റീവ് ആണെന്നുള്ളതാണ്. അനുവിന് എന്തായാലും PR ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ റെന ഇതുപോലെ പറയുമ്പോൾ നെഗറ്റീവ് ആവും എന്നും റെന പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് നെഗറ്റീവ് ആയാലും സാരമില്ല, പറയാനുള്ളത് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ പിന്നെ പോയി കഴിഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമാവും എന്ന് പറഞ്ഞിട്ടാണ് റെന അനുവിൻ്റെ അടുത്ത് ഈ കളി മുഴുവൻ കളിക്കുന്നത്. ഏതായാലും ഈ ആഴ്ച കഴിയുമ്പോൾ അറിയാം റെന അവിടെ നിൽക്കോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്.